നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്ത കെയർ ഫാഷൻ ഗ്രൂപ്പ്. കോതമംഗലം BRCയുടെ കീഴിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കാണ് വസ്ത്രങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തത്. ആന്റണി ജോൺ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കുട്ടികളുടെ വസ്ത്രവിപണിയിലെ അന്താരാഷ്ട്ര ബ്രാൻഡായ കെയർ ഫാഷൻ ഗ്രൂപ്പിന്റെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കെയർ ടു കെയർ പദ്ധതിയുടെ ഭാഗമായി ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന സാമൂഹികക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും വസ്ത്രങ്ങളുടെ വിതരണവും നടന്നു. ആലുവ മൂന്നാർ ബൈപ്പാസിലെ കെയർ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കോതമംഗലം BRCയുടെ പരിധിയിലുള്ള വിവിധ സ്കൂളുകളിൽ പഠിക്കുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വസ്ത്രങ്ങളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന കെയർ ടു കെയർ പദ്ധതിയുടെ ഉദ്ഘാടനവും വിദ്യാർത്ഥികൾക്കുള്ള വസ്ത്രങ്ങളുടെ വിതരണവും ആന്റണി ജോൺ MLA നിർവഹിച്ചു. കോതമംഗലത്ത് ഇത്തരമൊരു സ്ഥാപനം ആരംഭിക്കുമ്പോൾ കെയർ ടു കെയർ എന്ന ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ഉപജില്ലയുടെ പരിധിയിൽ വരുന്ന, പ്രത്യേകിച്ച് BRCയുടെ പരിധിയിൽ വരുന്ന ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളെയെല്ലാം ഇതുപോലെ ഒരു പൊതുവേദിയിൽ വിളിച്ചു ചേർക്കുന്നതിനും അവർക്ക് സമ്മാനങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അവരെ ആദരിക്കുകയും അവരെ പരിഗണിക്കുകയും ചെയ്യുക എന്നുള്ളതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ സമൂഹത്തെ ഒരു ഭിന്നശേഷി സൗഹൃദ സമൂഹമാക്കി മാറ്റുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ്. ആ പ്രവർത്തനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെയാണ് ഇസ്മായിലിക്കയുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു ഇടപെടൽ കൂടി ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഭിന്നശേഷി സൗഹൃദമാകേണ്ടത് അത് നിയമങ്ങളോ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങളോ അത്തരം ഇടപെടലുകൾ മാത്രം പോരെ. യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സാണ് ഭിന്നശേഷി സൗഹൃദമായി മാറേണ്ടത്. മുനിസിപ്പൽ ചെയർമാൻ KK ടോമി അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി TU കുരുവിള മുഖ്യാതിഥിയായിരുന്നു. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കായി നടപ്പാക്കുന്ന നിരവധി പദ്ധതികൾ കൂടാതെ നിർധന പിന്നാക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, പഠനോപകരണങ്ങൾ, ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ, നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം, നിർധനർക്ക് ഭവന നിർമ്മാണം എന്നിവയും കെയർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്നുണ്ട്. പരിപാടിയിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ, കോതമംഗലം നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ്, കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ മനോജ് ശാന്തി K, കോതമംഗലം ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ എൽദോ പോൾ, കോതമംഗലം സെന്റ് അഗസ്റ്റീൻസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ റിനി മരിയ, ഷിബു തെക്കുംപുറം, ജോൺ തെരുവത്ത്, ബിനോയ് തോമസ്, കെയർ ഡയറക്ടർ അബ്ദുൽ നാസർ, BRC ട്രെയിനർ PN രജികുമാർ, കെയർ ടു കെയർ ചീഫ് കോർഡിനേറ്റർ ഷബാബ് കാസിം തുടങ്ങിയവർ പങ്കെടുത്തു. ഒമാനിയ മൊബൈൽസ്, AM റോഡ്, പെരുമ്പാവൂർ, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.